മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ പൈനാപ്പിൾ അഥവാ കൈതച്ചക്ക. നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ പ്രചാരമുള്ളതും നമുക്കേവർക്കും ഇഷ്ടമുള്ളതുമായ ഒരു പഴമാണ് പൈനാപ്പിൾ. അപ്പോൾ ഈ പൈനാപ്പിൾ ഒന്ന് രണ്ട് തരത്തിലുണ്ട്. അതായത് മുള്ളുള്ള പൈനാപ്പിളും ഉണ്ട്, ഇലയിൽ മുള്ളില്ലാത്ത പൈനാപ്പിളും ഉണ്ട്. അപ്പോൾ ഇലയിൽ മുള്ളുള്ള പൈനാപ്പിൾ കൈതച്ചക്ക താരന്മേ ചെറിയ ചക്ക ഉണ്ടാകുന്നത്. എന്നാൽ ഇലയിൽ മുള്ളില്ലാത്ത ചക്കയാണെങ്കിൽ വലിയ ചക്ക ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഇലയിൽ മുള്ളുള്ളതാണ്. അപ്പോൾ സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പറമ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. മുൻകാലങ്ങളിലൊക്കെ പറമ്പിലൊക്കെ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചില കമ്പനിക്കാർ റബ്ബർ റീപ്ലാന്റ് ചെയ്യുന്നുണ്ടേ അവിടെ പാട്ടത്തിനെടുത്ത് അവർ വൻതോതിൽ കൈത വെച്ച് പിടിപ്പിച്ച് പഴങ്ങളാക്കി ലോറിയിലേക്ക് കൊണ്ടുപോയി വിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവർ ഇതിന് ഹോർമോൺ തളിക്കും. അങ്ങനെ ഹോർമോൺ തളിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്നിച്ച് കായകൾ പിടിക്കും, പഴങ്ങൾ പിടിക്കുകയും ഒന്നിച്ച് ഒടിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഹോർമോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ നല്ല പൈനാപ്പിൾ കൈതച്ചക്ക കിട്ടാനില്ലാതെ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരു സാധാരണ കുടുംബത്തിന്, സ്ഥലവിസ്തൃതി കുറഞ്ഞ ഒരു കുടുംബത്തിന് ഒരു 4-5 കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിധമാണ് നമ്മൾ പറയുന്നത്. അപ്പം ചാക്കിനകത്ത് ആണ് ഇപ്പം നമ്മൾ നടാൻ പോകുന്നത്. അപ്പം ചാക്കിനകത്ത് നടുമ്പോൾ ചാക്കിനകത്താണെങ്കിലും പുരയിടത്തിലായാലും നമ്മൾ കൈത നടുമ്പോൾ, പൈനാപ്പിൾ നടുമ്പോൾ ആ കൈതച്ചക്കയുടെ മുകളിലിരിക്കുന്ന മുടി എടുക്കരുത്. ആ മുടി കായായി വരാൻ പഴമായി ഒരുപാട് സമയമെടുക്കും. പകരം അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ചൊട്ടയുണ്ട്, ചൊട്ടവിത്ത്. ഇതിന് ചൊട്ടവിത്ത് എന്നാണ് പറയുന്നത്. ഈ ചൊട്ടവിത്ത് വേണം നമ്മൾ നടാൻ. ഈ ചൊട്ടവിത്ത് നമ്മൾ നടുകയാണെങ്കിൽ ഉദ്ദേശം ഒരു 3-3.5 മാസം കൊണ്ട് നല്ലൊരു കൈതച്ചക്ക കിട്ടും. അപ്പോൾ ആ കൈതച്ചക്ക ഒടിച്ചതിന് ശേഷം അതിൻ്റെ എത്തുകൾ നമ്മൾ അതിനകത്ത് നിർത്തിയേക്കണം. എത്തുകൾ നിർത്തിയേക്ക് വന്ന് വീണ്ടും 2-3 കൈതച്ചക്ക നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 2-3 ചാക്കിനകത്ത് നമ്മൾ നടാമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടിലേക്കുള്ള ആവശ്യമുള്ള കൈതച്ചക്ക നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പിന്നെ പഴമായിട്ടല്ലാതെ തന്നെ വലുതായിട്ട് വിളയുന്നതിന് മുമ്പ് തന്നെ ഇത് തോരനായിട്ടൊക്കെ വയ്ക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. കൈതച്ചക്കയിൽ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഈ കൈത ചാക്കിൽ നടന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കൈതയാണ്. ഇതിപ്പോൾ നമ്മുടെ ഇത് ചൊട്ട അടത്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇത് കുറച്ച് കണ്ടിച്ച് കളയാം. ഇത്ര ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഈ ഭാഗത്താണ് വേര് പിടിക്കുന്നത്. നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയണം. ശ്രദ്ധിച്ച് കണ്ടോണം. ഇതാണ് നമ്മുടെ നടീൽ വസ്തു. ഈ നടീൽ വസ്തു വെച്ചാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ 1-2 പോളയും കൂടെ നമുക്ക് അങ്ങ് കളയാം. ഇത് ഓലയാണ്. ഈ ഓലയും കൂടെ നമുക്ക് കളയാം, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഈ ഓലയും കൂടെ നമ്മൾ കളഞ്ഞു. ഇനി നമ്മൾ ചാക്കിനകത്താണ് നടുന്നത്. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഒറ്റച്ചട്ടി മണ്ണാണ് നമ്മൾ ഇടുന്നത്. ഇതേപോലെ ഒരു ചട്ടി മണ്ണാണ് ഈ ചാക്കിനകത്ത് ഇടുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും കൈതയുടെ നടുമ്പോഴോ അല്ലാത്തപ്പോഴോ നമ്മൾ വളം ഇടരുത്. വളമിട്ടാൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടേ അങ്ങിരിക്കും. ഒരിക്കലും ഇത് കായ്ക്കത്തില്ല. ഇങ്ങനെ ഈ ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൈതയ്ക്ക് യാതൊരു കാരണവശാലും നമ്മൾ വളമിടരുത്. അതല്ല ഇട്ടേ വെക്കുമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കൈ ചാണകപ്പൊടി ഞങ്ങൾ മാത്രമേ ഇട്ട് കൊടുക്കാവൂ, അല്ലാതെ വേറൊന്നും ഇടരുത്. നമ്മൾ കൈ നടുന്ന വിധമാണ് നോക്കിയത്. കൈ നട്ട് കഴിഞ്ഞു. ഇനിയും 1 മാസം കഴിയുന്നുണ്ടേ പുതിയ ഇലകൾ വരും. ആ സമയത്ത് ഒരു ചട്ടി മണ്ണൂടെ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലാതെ യാതൊരു വളം ചെയ്യരുത്. ഒരു 3 മാസം 3.5 മാസം കഴിയുമ്പോഴത്തേന് വലിയ ഒരു കൈതച്ചക്ക നമുക്ക് സമ്മാനമായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ വീട്ടിൽ സ്ഥലവിസ്തൃതി കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ ശരി, നമുക്ക് കൈതച്ചക്ക പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കാം. വിഷരഹിതമായ ആ പൈനാപ്പിൾ നമുക്ക് കഴിക്കാം. വളരെ സ്വാദിഷ്ടമായിരിക്കും. പഴുത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിരിക്കും, പോഷകസമ്പുഷ്ടമാണ്. ഒപ്പം നമ്മുടെ ശരീരത്തിലെ പൊടിപടലങ്ങളെയും മറ്റ് വസ്തുക്കളെയൊക്കെ നിർവീര്യമാക്കാനും അവ പുറത്ത് കളയാനും പറ്റുന്ന ഒരു പഴവർഗ്ഗം കൂടിയാണ് കൈത. അപ്പം ഇതെല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക, നല്ലതാണ്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് അറിവുകൾ ശേഖരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാദരം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.